അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വബഅദ്. പ്രിയ സഹോദരങ്ങളെ, ശുക്റിൻ്റെ സുജൂദുമായി അഥവാ നന്ദിയുടെ സുജൂദുമായി ബന്ധപ്പെട്ട വിധിവിലക്കുകളാണ് നാം മനസ്സിലാക്കുവാൻ ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും അവർക്കെന്തൊരു സന്തോഷവാർത്ത ലഭിച്ചാലും ശുക്റിൻ്റെ സുജൂദ് ചെയ്യാറുണ്ടായിരുന്നു. നമുക്ക് മുസ്ലിമീങ്ങൾക്ക് പൊതുവായിട്ടുള്ളതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് പ്രത്യേകമായോ സന്തോഷകരമായ ഒരു വാർത്ത ലഭിച്ചാൽ അല്ലെങ്കിൽ അവർ അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു പ്രയാസം നീങ്ങിപ്പോയാൽ അതിനോട് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടാണ് ശുക്റിൻ്റെ സുജൂദ് ചെയ്യേണ്ടത്. ഇതിൻ്റെ വിധിവിലക്കുകൾ പറയുകയാണെങ്കിൽ നമുക്ക് പറയാനുള്ളത്, ഒന്ന്, ഇതൊരു നമസ്കാരമല്ല. അതുകൊണ്ട് തന്നെ വുളു നിർബന്ധമില്ല, ഖിബിലയുടെ നേരെ തിരിയണം എന്ന് നിർബന്ധമില്ല, ഔറത്ത് മറയണം എന്നും നിർബന്ധമില്ല. കാരണം വാർത്ത കേൾക്കുന്ന സമയത്ത് നമ്മൾ ഏതവസ്ഥയിലാണെന്നറിയില്ല, ഉടനെ തന്നെ സുജൂദ് ചെയ്യുകയാണ് വേണ്ടത്. അതേപോലെ തന്നെ അനുഗ്രഹം ലഭിച്ചു എന്ന് അറിഞ്ഞ ഉടനെ, ആ വാർത്ത കേട്ട ഉടനെ തന്നെയാണ് അത് ചെയ്യേണ്ടത്. പിന്നീടേക്ക് കാരണങ്ങളില്ലാതെ മാറ്റിവെക്കാൻ പാടില്ല. അതേപോലെ തന്നെ ഏതെങ്കിലും കാരണവശാൽ സുജൂദ് ചെയ്യാനോ ആംഗ്യം കാണിക്കാനോ ഒന്നും അവസരം ലഭിച്ചിട്ടില്ലെങ്കിൽ മാത്രം അവർക്ക് ഈ സുജൂദ് അവസരം ലഭിക്കുന്ന സന്ദർഭത്തിലേക്ക് മാറ്റിവെക്കുന്നതിൽ വിരോധമില്ല. അതേപോലെ തന്നെ ഈ സുജൂദിൽ പ്രത്യേകമായ ദുആ സ്ഥിരപ്പെട്ടിട്ടില്ല. നബിയോ സഹാബികളോ ഈ ശുക്റിൻ്റെ സുജൂദിൽ പ്രത്യേകം ദുആ ചെയ്തത് ഹദീസിൽ നമുക്ക് കാണാൻ സാധ്യമല്ല. ഇനി വാഹനത്തിലിരിക്കുമ്പോഴാണ് നമുക്ക് ഈ സന്തോഷ വാർത്ത ലഭിക്കുന്നതെങ്കിൽ ആംഗ്യം കാണിച്ചാൽ മതി. അഥവാ ഇരുന്ന് നമസ്കരിക്കുന്നവർ സുജൂദ് ചെയ്യാൻ ആംഗ്യം കാണിക്കുന്നത് പോലെ കാണിച്ചാൽ മതി. ഇനി നമസ്കാരത്തിലാണ് ഈ സന്തോഷ വാർത്ത ലഭിക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ സുജൂദ് ചെയ്യാൻ പാടില്ല. കാരണം അത് നമസ്കാരത്തിൽ അധിക ചലനമായി പോകും. നമസ്കാരത്തിൽ ശുക്റിൻ്റെ സുജൂദ് ചെയ്യരുത്. വേണമെങ്കിൽ അവർക്ക് നമസ്കാരത്തിന് ശേഷം ഇത്തരം പ്രത്യേക സാഹചര്യത്തിൽ ശുക്റിൻ്റെ സുജൂദ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഈ സുജൂദിൻ്റെ തുടക്കത്തിലോ ഒടുക്കത്തിലോ അല്ലാഹു അക്ബർ എന്ന് പറയുന്നത് ഹദീസിൽ വന്നിട്ടില്ല. ഇതിന് പ്രത്യേക തശഹുദുകളോ അതേപോലെ തന്നെ സലാം വീട്ടലോ ഇല്ല. നേരെ സുജൂദിലേക്ക് പോകുന്നു. സാധാരണ നമ്മൾ നമസ്കാരത്തിൽ ചൊല്ലുന്ന ദിക്റുകളും ദുആകളും ചൊല്ലുക, എന്നിട്ട് എഴുന്നേൽക്കുക. ഇതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി വസല്ലം.